മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, രാമായണം, ഇതിഹാസം അതൊക്കെ നടന്നതാണോ? നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഇതിഹാസം എന്ന പദത്തിൻ്റെ അർത്ഥം ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ. ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിഹാസം എന്ന പദം അതിന് വന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതിഹാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പല പല ചോദ്യങ്ങൾ നമുക്ക് വരും. അതിലെ അടുത്ത ചോദ്യം അടുത്ത വിദ്യാർത്ഥിയുടേതാണ്. ആരാ ചോദിക്കുന്നത്? സർ, രാമന്റെ ചരിതമാണല്ലോ രാമായണം എന്ന് പറയുന്നത്. രാമായണം ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സൃഷ്ടിക്കുന്നത്? നമ്മൾ ഈ MBAക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർ 4+1 5 വിഷയങ്ങളാണ് നമുക്കെടുക്കാം. ഒരു കഥകൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ 4 എണ്ണം പറഞ്ഞുതരും. +1 എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയും പറഞ്ഞുതരും. അപ്പം നമ്മളുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ നല്ല മാർഗം എന്ന് പറയുന്നത് നല്ല കഥകൾ ജീവിതവുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കൊടുക്കാം, നല്ല അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാം, നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം, ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഈ കഥകൾ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും വായിക്കുകയാണെങ്കിൽ കഥകളുടെ കൂമ്പാരമാണത്. കഥകളുടെയും അനുഭവങ്ങളുടെയും കൂമ്പാരമാണ് മഹാഭാരതത്തിലെ 1,25,000 ശ്ലോകങ്ങൾ. അനുഭവങ്ങളുടെ മാത്രം കൂമ്പാരമാണ് 24,000 ശ്ലോകമുള്ള രാമായണം. അതിനകത്ത് രാമൻ്റെ ചരിതം മാത്രമല്ല, രാമനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 20 വ്യക്തികളുടെ ചരിതമുണ്ട്, അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്, അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം അനുഭവിച്ചിട്ട് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാനുള്ള അത്രയും കാലം നമ്മൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നില്ല. അപ്പോൾ വേറൊരാൾക്ക് സംഭവിച്ചു, നമ്മൾ പറയാറില്ലേ, താൻ ആ റോട്ടിൽ കൂടെ പോയാൽ ചിലപ്പോൾ വീഴെന്ന് പറയാറില്ലേ? അപ്പോൾ പോയി നോക്കി വീണതിന് ശേഷം പഠിക്കുന്നതിനേക്കാളും നല്ലത് അയാൾ പോയി, അയാൾ വീണു, അതുകൊണ്ട് താൻ പോവല്ലേ എന്ന് പറയുന്നത്. അപ്പം രാമൻ്റെ കൂടെയുള്ളവർക്കുണ്ടായ അനുഭവങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഉൾക്കൊണ്ട് വായിച്ച്, അല്ലെങ്കിൽ വായിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ കുറേ തിന്മകളും പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതെയാകാൻ സാധിക്കും. ഒരു പക്ഷേ ഭാരതത്തിലും ഏതാണ്ട് 14 ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിലും ഇന്ന് ആ രാജ്യത്തിലുള്ള ഭരണാധിപന്മാർ ഭരിക്കുന്നത് രാമൻ്റെ ഉപദേശവും കൂടി ചേർത്തിട്ടാണ്. നമുക്ക് അത്ഭുതം തോന്നും, ആ ഉപദേശവും കൂടി ചേർത്തിട്ടാണ് 14 ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ ഭരിക്കുന്നത്. ഇപ്പോൾ സമകാലീന പ്രസക്തമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥമാണ് ത്രേതായുഗത്തിലെ ആദികാവ്യമായ സ്വയം കാട്ടാളനിൽ നിന്ന് മഹർഷിയായി മാറിയ വാൽമീകിയുടെ രചനയിലൂടെ നമുക്ക് ലഭിച്ചത്. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രയോജനം.